യൂട്യൂബ് ചാനൽ ആഫ്റ്റർ എ വെരി ലോങ് ടൈം. ഒത്തിരി പേര് ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോസ് ഇടാത്ത, എന്താണ് സംഭവം എന്നൊക്കെ. അക്കാഡമിക്കലായിട്ട് കുറച്ച് എന്താ പറയുക, അക്കാഡമിയുടെ ഭാഗമല്ല, അതായത് സ്റ്റഡീസിൻ്റെയും വേറെ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് ഞാൻ പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി. അപ്പോൾ ഇതെല്ലാം ആയിട്ട് കുറച്ച് സമയം ഇങ്ങനെ പോയി. എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം എനിക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട്, പിന്നെ ജർമ്മൻ ഹെൽത്ത് സിസ്റ്റം അടിപൊളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും എനിക്ക് റിക്കവർ ആവാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ കുറേ റീസൺസ് ഉണ്ട്. എനിവേയ്സ് ഇന്ന് കുറേ കാലം കൂടി ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരുന്നു വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഫൈനലി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ലൈക്ക് എൻ്റെയും എൻ്റെ മമ്മീൻ്റെയും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു വീടിൻ്റെ ഏതെങ്കിലും ഒരു സ്പേസിൽ ലൈബ്രറി ഉണ്ടാവണം എന്നുള്ളത്. ആൻഡ് വീട്ടിൽ അങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. ഇങ്ങനെ മമ്മിയുടെ കുറേ കലാവിരുദ്ധകളൊക്കെ മമ്മി ഇവിടെ കാണിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ ചെറിയൊരു എന്താ ബുക്സ് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കങ്ങനെ ഒരു സംഭവം കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു, ഇവിടെ നേരത്തെ ഞാൻ 2 ഇങ്ങനത്തെ സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് ഞാൻ അടർത്തിയെടുത്തു. വീണ്ടും ഒരു ലൈബ്രറി സെറ്റപ്പ് ചെയ്യുന്ന പോലത്തെ പരിപാടികൾ. ആ സെറ്റപ്പ് ചെയ്യുന്ന സംഭവങ്ങൾ ഈ വീഡിയോയിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ബിക്കോസ് ഇതൊരു ദിവസം കൊണ്ട് നടക്കുന്ന പ്രോസസ്സ് അല്ലല്ലോ. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് കിട്ടുന്ന സംഭവങ്ങളൊക്കെ വാങ്ങിക്കാം, ഷോപ്പിംഗ് പോവാം. അങ്ങനെ നമുക്ക് ഇന്നത്തെ വ്ളോഗ് തുടങ്ങാം. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വൺസ് അഗെയിൻ. ഹലോ ഗൈസ്, അങ്ങനെ നേരത്തെ ഇട്ട ഡ്രസ്സ് ഞാൻ മാറ്റി. ബിക്കോസ് ഇറ്റ്സ് വെരി അൺകംഫർട്ടബിൾ ബിക്കോസ് ഇവിടുത്തെ വെതറിന് ഒട്ടും പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ടീഷർട്ട് തന്നെ എടുത്തിട്ടത്. അപ്പം നമുക്ക് പോകാം. ഗൈസ്, ഇന്നലത്തെ ദിവസം പ്രറ്റി ശോകമായിരുന്നു. കാരണം ഞാൻ പോയ കാര്യങ്ങൾ അങ്ങനെ വളരെ ഭംഗിയായിട്ടൊന്നും നടന്നില്ല. ആൻഡ് എന്താണെന്നറിയില്ല, ഭയങ്കര ശോകമായിരുന്നു ഇന്നലെ. സോ ഐ തോട്ട് ഇന്ന് വീഡിയോ എടുക്കാന്നുള്ളത്. നമ്മുടെ ലൈബ്രറി, മേക്കിംഗ് എ ലൈബ്രറി ലൈക്ക് വീഡിയോ ആണ്. ഇതൊരു സീരീസ് ആയിട്ട് ചെയ്യണമായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ എൻ്റെ അക്കൗണ്ടിൽ പൈസ ഇല്ലാത്തതുകൊണ്ടും പുതിയ സാധനങ്ങൾ വാങ്ങാൻ എനിക്ക് കഴിയാത്തതുകൊണ്ടും അടുത്തൊന്നും എനിക്കിതിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സോ ചെയ്തു വെച്ച കാര്യങ്ങൾ നമുക്ക് കാണാം. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, കോഫി. നമുക്ക് ചായ കുടിച്ചിട്ട് പരിപാടികളിലേക്ക് കിടക്കാം. ഇവിടെ വന്നിട്ട് വീണ്ടും തുടങ്ങിയൊരു ശീലമാണ് കാപ്പി കുടിക്കുന്നത്. നാട്ടിൽ വെച്ച് കുറേ കാപ്പി അഡിക്റ്റ് അല്ലായിരുന്നു. ഈ ഒരു സ്പേസിലാണ് ഞാൻ എൻ്റെ ലൈബ്രറി സെറ്റ് ചെയ്യാൻ വിചാരിച്ചിരുന്നത്. ഇത് രണ്ടും ഇന്നലെ ഞാൻ ചെയ്യുന്നതാണ്. ഇങ്ങനൊരു സാധനം കൂടെ ഞാൻ ഇന്നലെ വാങ്ങിച്ചു. സോ നമുക്ക് ബുക്സ് വയ്ക്കാം. സോ ഈ ഒരു സ്പേസിലെ ഇവിടെ ഞാൻ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു 3 സാധനങ്ങളാണ് വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഒബ്വിയസ്ലി ഒരു ചെടി. And the next 3 things are so special. Consider. Firstly പറയട്ടെ, you can't call this a library, but ഒരു റീഡിങ് സ്പേസ് എന്ന് വേണേൽ പറയാം. ഞാൻ കാണിച്ചു തരാം.
എല്ലാവരും വിചാരിക്കും ജർമ്മനി ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ലൈക്ക് ദർ ആർ ഓൺലി പ്ലേസസ് വേർ എന്താ പറയുക ഭയങ്കര പച്ചപ്പും ഭയങ്കര ഹരിതാപവും ലൈക്ക് സീ ഭയങ്കര ഗ്രംബി ഓൾഡ് ഷാബി ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെ കൂടുതലും ഞാൻ കണ്ടേക്കുന്നത്. ഇറ്റ്സ് ടൈം 6:40 അല്ല 6:20 ഞാൻ സ്കൂളിൽ പോവാണ്. ഞാൻ സ്കൂളിൽ പോകുന്ന ട്രാമിലാണ്. ട്രാം ഞാൻ കാണിച്ചു തരാം. ഗൈസ് ഞങ്ങൾ സ്കൂള് വിട്ടു ഗൈസ്. പ്രിയ സന്തോഷവതിയാണോ? എക്സാം ആണ് ദൈവമേ, ഒന്നും അറിയാൻ പാടില്ല. എന്താണ് നമ്മുടെ ടോപ്പിക്ക്? സ്ട്രോക്ക് ആണ് നമ്മുടെ ടോപ്പിക്ക്. ഒരു തേങ്ങ അറിയാൻ പാടില്ല. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? അതെനിക്ക് ചോദിക്കും കേട്ടോ. ഞാൻ പറയാതെ ഗുഡ് തിങ് അബൌട്ട് ഗോയിങ് ടു സ്കൂൾ ഈസ് ക്ലാസ് കഴിയുമല്ലോ എന്നുള്ളതാണ് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ബിക്കോസ് ഐ ഹേറ്റ് സ്കൂൾ. ഭയങ്കര മഴയാണ്. പെരുമഴയാണ് ഗൈസ്. ഇന്നിവിടെ പെരുമഴയാണ് ഗൈസ്. പുറത്ത് നല്ല മഴ. നൂഡിൽസ് ആഹാ. എനിക്കിഷ്ടമുള്ള ഒരു യൂട്യൂബർ ഉണ്ട്. അധികം ഫോളോവേഴ്സ് ഒന്നുമില്ല. എങ്ങനെ വിചാരിക്കുന്നു നല്ല മഴ നൂഡിൽസ് ആ കുട്ടിയുടെ ഒരു വീഡിയോയും കൂടെ ഒരു വ്ളോഗും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. അത് അതേപോലെ സംഭവിച്ചു. പുള്ളിക്കാരിയുടെ പുതിയ വീഡിയോ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വീഡിയോ ഒക്കെ കണ്ടിട്ട് മുജുക്കുളുമായിട്ടിരുന്ന് അമ്മ ഇതെന്താണിത് മുജുക്കുളുമായിട്ടിരുന്ന് നമുക്ക് നൂഡിൽസ് കഴിക്കാം. ഞാനൊരു ക്ലാസ്സിൽ ഫസ്റ്റ് വന്നേ. അപ്പോൾ ക്ലാസ്സിൽ ഫസ്റ്റ് വരുമ്പോൾ നമ്മളെന്താ ചെയ്യണ്ടേ? ജനാലകൾ തുറന്നിടുക. ഈ വീഡിയോ ഈസ് ഓൾ അബൌട്ട് എ സീരീസ് ഓഫ് എന്താ പറയുക ഒരു കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ പൊട്ടും പൊടിയൊക്കെ എടുക്കുകയാണ്. ആൻഡ് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ഈ ഒരു ഡ്യൂറേഷൻ കൂടുതലായിരിക്കണം. ബിക്കോസ് ഇറ്റ്സ് എ ലോങ് ടൈം ഞാൻ വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഞാൻ ക്ലാസ്സിലെത്തി. ഇവിടെ മഴക്കാറാണ്, ശോകം മൂടാണ്. വ്യാഴാഴ്ച എനിക്ക് എക്സാമാണ്. അപ്പം പിന്നെ എനിക്ക് ഞായറാട്ടെണ്ണം പറഞ്ഞോളൂ പറയണേ. ആൻഡ് ടുഡേ ഈസ് ട്യൂസ്ഡേ ആൻഡ് ഐ ഹാവൻ സ്റ്റാർട്ടഡ് സ്റ്റഡി. എനിക്ക് ഒരു ഐഡിയ ഇല്ല ഞാൻ എന്താ തുടങ്ങാത്തത്. എനിക്ക് പേടി വരുന്നില്ല. ഐ ഹാവ് നോ ഐഡിയ. ഞാൻ ഇങ്ങനൊരു വ്യക്തിയല്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ഐഡിയ ആയിട്ടായിരിക്കും ഇപ്പം പരീക്ഷയ്ക്ക് പോവുക. പക്ഷേ ഐ ഡോണ്ട് നോ ലൈക്ക് ആ ഒരു സാധനം ഇങ്ങോട്ട് തലയിൽ കയറുന്നില്ല. മേ ബി എക്സാമിൻ്റെ തലേന്ന് കയറുമായിരിക്കും. സോ യാ
ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു ടീം പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു, ബോയ്സും ഗേൾസും തമ്മിൽ. ഞങ്ങളുടെ ഡ്രീം ബോയിനെയും ഡ്രീം ഗേളിനെയും വരയ്ക്കാനായിട്ട് ഞങ്ങൾ വരച്ചതാണ്. ഇതാണ് ഞങ്ങളുടെ ഡ്രീം ബോയ്. നല്ല സ്വഭാവം ഉണ്ടാവണം, റൊമാൻറ്റിക് ആയിരിക്കണം, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ എഴുതിയപ്പോൾ ബോയ്സിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു ചാർട്ടായിരുന്നു അവർ വരച്ചത്. ഫിസിക്കലി ഭയങ്കര എൻഹാൻസ് ചെയ്തും ഫോക്കസ് ചെയ്തുമാണ് അവർ കാര്യമായിട്ട് ഗേൾസ് അവരുടെ ഡ്രീം ഗേളിനെ വരച്ചത്. അതിനെപ്പറ്റി ഒത്തിരി മോശം അഭിപ്രായങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എൻ്റെ എക്സാം കഴിഞ്ഞു ഗൈസ്. എക്സാം ഞാൻ മൂഞ്ചി ഗൈസ്. 3 എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കറ്റാസ്ട്രോഫ് അടിപൊളിയായിരുന്നു. നമ്മൾ സ്ട്രോക്കാണ് എഴുതിയത്. ഒന്നും പറയാനില്ല. ബാക്കിയുള്ള നിങ്ങൾ പുറകെ വരുന്നുണ്ട്. ഇതുകൊണ്ട് അതിന് വലുപ്പം മനസ്സിലാവില്ല. ഹലോ ഗൈസ്, അങ്ങനെ എൻ്റെ ഫസ്റ്റ് ഇയർ കോഴ്സിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു. ലാസ്റ്റ് ഡേ തന്നെ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ വൈകി. അപ്പോൾ 15 മിനിറ്റ് 1.5 കിലോമീറ്ററാണ് എനിക്ക് നടക്കാനുള്ള സ്കൂളിലേക്ക്. വണ്ടി ഇല്ലെങ്കിൽ, ഞാൻ ഇപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് വണ്ടിയില്ല. അപ്പോൾ നമുക്ക് സ്കൂളിൽ പോകാം. ഒത്തിരി നടക്കാനുണ്ട് ഗൈസ്. അയ്യോ എനിക്ക് വയ്യ. അനുവേ ഹായ് പറഞ്ഞേ. ഹായ് പറ. Okay, aber bist du sicher, das kostet? Ich dachte den Preis. Guck hier. Okay, das nehme ich mit. XXL. Da steht auch XXL was an. Ich nehme das. Okay, dann ich nehme das. Ja, Martin folgt meine Sache. Guck mal. Oh, അടിപൊളി അടിപൊളി. കണ്ടോ ഗൈസ്, എനിക്ക് വേണ്ടി ചുമക്കാണ്. I'm so happy. 10 കിലോന്റെ വാട്ടർ മെലൺ വീട്ടിൽ കൊണ്ടുപോകുന്നത്. ഇനി അടുത്ത് മുറിച്ച് തിന്ന് മൂത്രം ഒഴിച്ച് ഈ വണ്ടിയിൽ ഞാൻ മാത്രമുള്ളൂ ഗൈസ്. എനിക്ക് വേണ്ടി മാത്രമാണ് ഒരു വണ്ടി പോകുന്നത്. Oh my god! Look at this! Oh!